ഹായ് ബ്രോസ്, ഒരു 2.1 ആംപ്ലിഫയറിന് എന്തൊക്കെയോ കംപ്ലൈൻറ്റ് നമ്മളതൊന്ന് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്നതിൽ 75% പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അന്നേരം തന്നെ കാണാൻ പറ്റും. റിപ്പയർ ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഹോബി ആയിട്ടുള്ളവരാണോ, ഇലക്ട്രോണിക്സ് ഹോബി ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണോ, അവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അതെല്ലാവരും പറയുന്നതാണ്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അത് അമർത്തി വെക്കുക. അപ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ചെയ്യുന്ന വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ 2.1 ആംപ്ലിഫയർ ഇതാണ് സാധനം. ഇത് അസംബിൾഡ് ആണ്. ഇതിൻ്റെ മുകളിൽ സോണി എന്നാണ് എഴുതിയിട്ടുള്ളത്. സോണി ഒറിജിനൽ അസംബിൾഡ് ആണ്. ഫ്രണ്ട് ഒരു ആക്രിലിക് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാസ്, ട്രിബിൾ, വോളിയം, സബ് അങ്ങനെ സബിന് സെപ്പറേറ്റ് ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്. 2.0 USB ബ്ലൂടൂത്ത് ഒക്കെ ഉള്ളൊരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന പാനലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. നമുക്ക് പവർ ഓണാക്കാം. പവർ, യെസ്, വാ. പവർ ഓണാക്കുമ്പോൾ സീരിയൽ ലൈറ്റ് ഇത് ഷോർട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർണൽ എന്തോ ഷോർട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ ഇതിൻ്റെ കേസ് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഇതാണ് മുതൽ. ഇനി അത് കമ്പനിക്ക് ബോർഡിലൊന്നും കമ്പനിയൊന്നുമില്ല. ബോർഡ് ഒക്കെ കൺട്രോൾ എല്ലാം അതിൻ്റെ മുകളിൽ തന്നെയാണ്. നമ്മൾ അയച്ചെടുക്കണേ എല്ലാ കൺട്രോളും അഴിക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡ് ഇങ്ങനെ മൊത്തത്തിൽ ഈ ബോർഡ് കിട്ടുവാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ പരിപാടി നടത്തും. മിക്കവാറും ഇതിന് ഷോട്ട് വരാനുള്ള സബ് ആംപ്ലിഫയറിൻ്റെ IC ആയിരിക്കണം. ആ ഒരു ഊഹത്തിൽ നമുക്ക് ഇത് അഴിച്ചെടുക്കാം. നമ്മൾ കൺട്രോളിൻ്റെ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബോർഡിൻ്റെ മുകളിലുള്ള നെട്ടും ബോൾട്ടും അങ്ങനെ കഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. എല്ലാം ഒറ്റ ബോർഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും. നമുക്കിതിനെ ഇങ്ങനെ മറിച്ച് വെക്കാം. മറിച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് ഷോർട്ട്. അപ്പോൾ സബ് ആംപ്ലിഫയറിൻ്റെ കപ്പാസിറ്ററിൽ നമുക്ക് തുടങ്ങാം. യെസ്, ഷോർട്ടില്ല. കപ്പാസിറ്ററിൽ ഷോർട്ടൊന്നും കാണുന്നില്ല. IC ഒക്കെ പലവട്ടം മാറ്റിയിട്ടുണ്ടോ ഇവിടെയൊക്കെ. അതായത് നോർമൽ സോൾഡറിങ്ങിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിനുള്ള സോൾഡറിങ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബുദ്ധിമുട്ട്. ജസ്റ്റ് പവർ കൊടുത്ത് നോക്കാം. ഷോർട്ടായിരിക്കുന്ന സമയത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ 5 വോൾട്ട്. അപ്പോൾ ഇതിൽ 5 വോൾട്ടൊക്കെ ഇതിൽ വരുന്നുള്ളൂ. നമ്മുടെ
നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ട്രാൻസ്ഫോമറിൻ്റെ, അതായത് സബ് ആംപ്ലിഫയറിനുള്ള ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ നമുക്ക് പിടിപ്പിക്കാം. ആ സെക്ഷൻ അങ്ങ് പോകുമ്പോൾ യെസ്, ഓക്കെ. സബ് ആംപ്ലിഫയർ സെക്ഷനിലാണ് കംപ്ലൈൻറ്റ്. അപ്പം ബ്രിഡ്ജൊന്നും ഷോർട്ടല്ല. ബ്രിഡ്ജ് ഷോർട്ട് ആണെങ്കിൽ ഇവിടെ കപ്പാസിറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഷോർട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഷോർട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സബ് ആംപ്ലിഫയറിൻ്റെ IC അഴിച്ചു മാറ്റാം. IC ഓപ്പൺ ആയി കഴിഞ്ഞാൽ കാര്യത്തിനൊരു തീരുമാനമാവും. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ സബ് ആംപ്ലിഫയറിൻ്റെ IC റിമൂവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കസ്റ്റമർ വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് ഒഴിവാക്കി. പിന്നെ വൈകിയിരുന്നു, ഇന്നലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് സബ് ആംപ്ലിഫയറിൻ്റെ IC നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ സബിൻ്റെ സെക്ഷനിലാണ് ഷോർട്ട് ഇന്നലെ കാണിച്ചത്. നമുക്ക് സബിൻ്റെ IC മാറ്റിക്കളയാം. ഇപ്പോൾ ഡിസോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അഴിച്ചെടുക്കാം. സബ് ആംപ്ലിഫയറിൻ്റെ IC അഴിച്ചെടുത്തിട്ടുണ്ട്. IC TDA 7294 എന്ന് പറയുന്ന IC ആണ് ഇതിലുള്ളത്. നമുക്ക് IC റിമൂവ് ചെയ്ത്, IC ഷോർട്ടാണെങ്കിൽ, ടോട്ടലി ഷോർട്ടാണല്ലോ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ IC ഷോർട്ടാണെങ്കിൽ നമുക്ക് IC റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഒഴിവായി കിട്ടും. നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുക്കണ്ടേ. ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ നമ്മൾ നേരത്തെ പിടിപ്പിച്ചിരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഓണാക്കി നോക്കാം. ഓക്കെ, ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഷോർട്ടില്ല, ഓപ്പണാണ്. USB ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം, സൈഡ് ചാനലുകളിൽ ഏതെങ്കിലും ഷോർട്ട് ഉണ്ടോ കൂടെ നോക്കാം. USB കണക്ട് ചെയ്തിട്ടുണ്ട്. വോളിയം ഇതാണ്, ബാസ് ട്രിപ്പിൾ വോളിയംസ്. സൈഡ് ചാനലുകൾ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ സബിൻ്റെ പ്രോബ്ലമാണ്. സബ് ആംപ്ലിഫയർ ഷോർട്ടായിരുന്നു. അതാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത്. സബ് ആംപ്ലിഫയറിലേക്ക് വന്ന വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 35 വോൾട്ട്.
ഓക്കെ, വോൾട്ടേജൊക്കെ ക്ലിയറാണ്. ഇനി നമുക്ക് IC മാറ്റിയിടാം. TDA 9274 എന്തായിരുന്നു അതാണ് IC. അത് നമുക്ക് ഈ കപ്പാസിറ്റർ ഒന്ന് ഡിസ്ചാർജ് ചെയ്യണം. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ IC ഇടുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ഏതെങ്കിലുമൊക്കെ വോൾട്ടേജ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണി കിട്ടും. അതിനുമുമ്പ് നമുക്ക് ഒരല്പം തിന്നർ ഉപയോഗിച്ച് PCBയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തുടയ്ക്കണം, ഒന്ന് ക്ലീൻ ചെയ്യണം. തരിക്കട്ട പോലെയുള്ള നമ്മൾ PCB ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷനിൽ ഒന്നുമില്ല, വേറെ പ്രോബ്ലംസ് ഒന്നും വരാൻ പറ്റുന്ന ഡയോഡുകളോ കാര്യങ്ങളോ. ഇതൊരു സെനർ ഡയോഡോ ഉള്ളൂ, അതൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ സെനർ ഡയോഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കളയാം. ഓക്കെ, ഡയോഡ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ വേറെ സെക്ഷനിൽ ഒരു പ്രോബ്ലവും കാണുന്നില്ല. അപ്പോൾ നമുക്ക് IC മാറ്റാം. ICയുടെ നമ്പർ TDA 7294. അപ്പോൾ അത് നമുക്ക് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ TDA 7294ൻ്റെ ഒരു IC പുതിയത് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ സെറ്റ് ചെയ്യാം. IC ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. IC വെക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതല്ലേ. ഹീറ്റ് അതിലുണ്ട്, എന്നാലും നമുക്കൊരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ICയുടെ പിന്നൊക്കെ കുറച്ച് ടാസ്ക്കാണ്. ICയുടെ പിന്ന് വന്നു കഴിയുമ്പോൾ ഇച്ചിരി ഉള്ളൂ, വളരെ നീളം കുറവാണ്, സോൾഡർ ചെയ്യാൻ കഷ്ടിയാണ്. ഇവരുടെ ഫുഡ് പ്രിൻറ്റിൻ്റെ മിസ്റ്റേക്കാണ്. ഫുഡ് പ്രിൻറ്റ് ഈ ICയുടെ തന്നെ ആയിരിക്കില്ല ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഒരു ദിവസം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിസൈനിങ്ങിൻ്റെ. ഹീറ്റ് സിങ്കിനാണ് ബെൻഡും ഉണ്ട്. ഹീറ്റ് സിങ്ക് ബെൻഡുള്ള ഹീറ്റ് സിങ്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോക്കൽ മാനുഫാക്ചർ ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സോൾഡർ ചെയ്ത് സെറ്റാകാം. നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡ് ഉണ്ടോ പിന്നെ വല്ലാണ്ട് ഹൈറ്റ് ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ IC അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് ഓൺ ചെയ്ത് നോക്കണം. സീറ്റിംഗ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഷോർട്ടൊന്നുമില്ല. ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈറ്റ് കത്തിയനെ.
ഷോട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്കിതിവിടെ സെറ്റ് ചെയ്യാം. നമുക്കിനി ഒന്ന് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം അല്ലേ, സ്പീക്കർ കൊടുത്ത് ചെക്ക് ചെയ്യാം. നമുക്ക് സബിൻ്റെ ചാനലൊന്ന് കണക്ട് ചെയ്യാം സ്പീക്കറിൽ. യെസ്, സബ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് സൈഡ് ചാനലും കണക്ട് ചെയ്ത് നോക്കാം. അടുത്ത ചാനൽ, 2 ചാനലും വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പ്രശ്നം IC ആയിരുന്നു. TDA 7294 IC 7294 IC ആയിരുന്നു. നമ്മളത് മാറ്റിയിട്ടു, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കൺട്രോൾ നോബൊക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒന്നും കൂടി ഓണാക്കി നോക്കാം. സബ് വർക്ക് ചെയ്യുന്നുണ്ട്. സൈഡ് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറെ സീനൊന്നുമില്ല, എല്ലാം ഓക്കെ. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ IC ആയിരുന്നു, IC നമ്മൾ മാറ്റിയിട്ടു. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ സബ് ആംപ്ലിഫയറിൻ്റെ IC ഷോർട്ടായിരുന്നു. IC നമ്മൾ മാറ്റിയിട്ടു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം സന്ധിക്കും വരെ വണക്കം.